വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവ്യംഗതനായ വാർത്ത ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇന്നലെ ഈസ്റ്റർ മധ്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരെയും ആശീർവദിക്കുകയും പ്രത്യേകമായ ആശീർവാദം നൽകുകയും ചെയ്തിരുന്നു. മാർപ്പാപ്പ സംസാരിച്ചിരുന്നു, ശബ്ദത്തോടെ തന്നെയാണ് ആശീർവാദം തന്നിരുന്നത്. അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് മാർപ്പാപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആരും കരുതിയിട്ടില്ല. ഏതായിരുന്നാലും തീർച്ചയായും നമ്മളെല്ലാവരും ലോകം മുഴുവനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ച വിവരം, ദിവംഗതനായ വിവരം തീർച്ചയായും ഈ വത്തിക്കാൻ ചത്തുരത്തിൽ എല്ലാവരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിലരെല്ലാം അതൊരു റൂമറാണ്, അല്ലെങ്കിൽ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ വാസ്തവത്തിൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായ വിവരം ഏറ്റവും വ്യസനസമേതം അറിയിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം തിരുസഭയെ പരിശുദ്ധാത്മാവ് നയിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സങ്കടകരമായ സാഹചര്യത്തിൽ തീർച്ചയായും തിരുസഭയ്ക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന അനേകായിരം പിൽഗ്രിംസ് ഇതൊന്നും അറിയാതെ ഇവിടെ അവർ ചുറ്റി നടക്കുന്നു, ബസിലിക്കകളിൽ കയറുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഇത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. ഫ്രാൻസിസ് പിതാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് സ്വർഗത്തിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്താം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോബി പോൾ.